നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വള്ളി വർഗത്തിൽപ്പെട്ട വള്ളിപ്പാലയെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആസ്ക്ലിപ്പിഡേസി ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടൈലോഫോറ ഇൻഡിക്ക എന്നതാണ്. ആസ്മ രോഗത്തിന് വളരെ ഫലപ്രദമായ ഔഷധം എന്നതുകൊണ്ട് തന്നെ ഇന്ന് ആഗോളതലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ചെടി. ഇവ ആസാം, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലും കേരളത്തിലെ കടലോര പ്രദേശത്തുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. തമകശ്വാസഹരഗണത്തിൽപ്പെടുന്ന ഈ ചെടിയെ സംസ്കൃതത്തിൽ ശ്വാസഗ്നി, ആന്ധ്രപാചക എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പറ്റിപ്പടർന്ന് വളരുന്ന ഇത് ഒരു ബഹുവർഷ സസ്യമാണ്. ഇവയുടെ ഇലകൾ വളരെ ചെറുതും വളരെ വലുപ്പമുള്ളതുമായിട്ട് പലതരത്തിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ ഇലകൾക്ക് ഏകദേശം 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളവും 3 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. ഇലയുടെ അഗ്രഭാഗം കൂർത്തിരിക്കും, എന്നാൽ അധരഭാഗം ഹൃദയാകാരത്തിലാണ് കാണപ്പെടുന്നത്. ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന പൂക്കളുടെ ഉൾഭാഗം പർപ്പിൾ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ പൂക്കൾക്ക് 5 ഇതളുകൾ ഉണ്ടായിരിക്കും. ഇവയുടെ കായകൾ ഏകദേശം 7 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ ജോഡികളായിട്ടാണ് കാണപ്പെടുന്നത്. വിത്തുകൾ അണ്ഡാകാരത്തിലുമായിരിക്കും. ഇവയിൽ അടങ്ങിയിരിക്കുന്ന തൈലോഫോറിൻ എന്ന പദാർത്ഥത്തിന് രക്താർബുദത്തെ തടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ വേര് വളരെ നീളമുള്ളതും മാംസളവുമായിരിക്കും. ഇല, വേര് എന്നിവയാണ് ഇവയുടെ ഔഷധ ഭാഗങ്ങൾ. ഇവയ്ക്ക് ശ്വാസകോശങ്ങളെ വികസിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ കഫനാശകരണ പ്രോപ്പർട്ടിയും ഇവയ്ക്കുണ്ട്. അണുനാശക ശക്തിയുള്ള ഇവയെ ചിറ്റരത്തിക്ക് പകരമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇവയുടെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ സംസാരിക്കും. ഈ വള്ളിപ്പാല, അത് ഈ പലവിധം പാലകൾ പറയുന്നുണ്ട്. അയ്യപ്പാല, വള്ളിപ്പാല. ഈ വള്ളിപ്പാല എന്ന് പറയുന്നത് ഈ ഒരു പടരുന്ന ഒരു വള്ളി പോലെ അതിൽ ചില ഈ ഏകദേശം വെറ്റിലാകൃതിയുള്ള ഒരു ഇലയോട് കൂടിയ ചെടിയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്മ ശമനം എന്ന് പറയാം. ഇത് വാതകപ ശമന, അതായത് ഈ ലങ്സിൽ കഫം കെട്ടിക്കിടക്കുമ്പോൾ അതുണ്ടാകുന്ന ഈ വീസിങ്, അങ്ങനെ ശ്വാസം മുട്ടുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ നീരെടുത്ത് തേൻ ചേർത്ത് കൊടുത്താൽ അപ്പം നിൽക്കും. മാത്രമല്ല ഈ ആസ്മ രോഗികൾ ഇത് ദിവസേന ഇതിൻ്റെ ഒരു 5 ഇല വീതം അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ ആസ്മ കുറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്വരസം എടുത്ത് നെയ്യ് കാച്ചുക. ആ നെയ്യ് കാച്ചി കഴിഞ്ഞാൽ അത് ദിവസേന കഴിച്ചാൽ ഈ ലങ്സ് വികസിക്കും. മാത്രമല്ല ഈ ഓക്സിജൻ കുറവാകുന്ന ആൾക്കാർ, ലങ്സ് വികസിക്കാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ കിതപ്പ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വള്ളിപ്പാല സമൂലം കഷായം വെച്ചാൽ നെയ്യ് കാച്ചി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔഷധമാണ്. അതുപോലെ തന്നെ ഇതിട്ടിട്ട് എണ്ണ മൂപ്പിച്ച് ഈ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നീരിറക്കം വരില്ല.